Last week we looked at the Bible-based leadership structure. കഴിഞ്ഞ ആഴ്ച തിരുവചന പ്രകാരമുള്ള ആത്മീയ മൂപ്പന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ തക്കണം സാധിച്ചു. And we looked at the instructions that were given to churches. സഭയ്ക്ക് കൊടുത്ത നിർദ്ദേശങ്ങളും നമുക്ക് കാണുവാൻ തക്കണം നമുക്കിടയായി. And the instructions given to the elders. അത് മാത്രമല്ല മൂപ്പന്മാർക്ക് അല്ലെങ്കിൽ അധ്യക്ഷന്മാർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളും നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കുകയുണ്ടായല്ലോ. And today we are going to look at a different aspect of the government structure of the eldership. അടുത്തതായിട്ട് മൂപ്പന്മാർ കൊടുത്ത അടുത്ത ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. The eldership promotes the true nature of the New Testament church. ഒരു പുതിയ നിയമ ചർച്ചിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നതാണ് മൂപ്പന്മാർ എന്നുള്ളത്. A local church is not a place which is like a people just come together and go home. നമ്മൾ ഒരു പ്രാദേശിക സ്ഥലസഭ എന്നുള്ളത് കേവലം ആൾക്കാർക്ക് കൂടി വന്ന് പോകുവാൻ മാത്രമുള്ള ഒരു സ്ഥലമല്ല. There are people who gather in different churches in that way. ആ രീതിയിൽ ഇന്ന് അനേക സ്ഥലങ്ങളിൽ ആൾക്കാർ കൂടി വരുന്നുണ്ട്. There is no leaders there. അവിടെ ഒരു യഥാർത്ഥമായ ആത്മീക അധ്യക്ഷന്മാരില്ല. As and when they come, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കടന്നു വന്ന് there will be some get up and say things like that. ചില എന്തെങ്കിലും എഴുന്നേറ്റ് പറയും. And there are such an undefined mass of people coming together and not by the spirit guided by the Spirit of God, they come together and have meetings. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും നിയോഗപ്രകാരം അല്ലാതെ ആൾക്കാർ കടന്നു വന്ന ഒരു പ്രത്യേക രീതിയിൽ കൂടി അല്ലാതെ അവർ അവിടെ കടന്നു വന്നു പോവുകയാണ്. That will not reveal the true nature of the New Testament church. അതൊരു പുതിയ നിയമ പ്രാദേശിക സഭയുടെ യഥാർത്ഥ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയില്ല. So the New Testament church, ഒരു പുതിയ നിയമ സഭ should have eldership. തീർച്ചയായിട്ടും അവിടെ മൂപ്പന്മാർ ഉണ്ടായിരിക്കണം. There should be elders. We looked at the reason why there should be elders, not elder. നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചതുപോലെ എന്തുകൊണ്ടാണ് മൂപ്പന്മാർ ഉണ്ടായിരിക്കണം, കേവലം മൂപ്പനല്ല. When there are more elders, ഒന്നിൽ കൂടുതൽ അധ്യക്ഷന്മാർ ഉണ്ടായിരിക്കുമ്പോൾ there will be a balance in people's weaknesses. അവരുടേതായ പോരായ്മയിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കും. When one brother is not able to see the other side of the other brother sees, മറ്റേ സഹോദരൻ കാണുന്ന ആ മറുവശത്തിൻ്റെതായ കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റു സഹോദരന് കാണാൻ കഴിയുകയില്ല. And so together they will be able to do things for the glory of God. എന്നാൽ അവർ ഒരുമിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം. And thus they were able to lighten the work. അത് മുഖാന്തരം ദൈവത്തിൻ്റെതായ പ്രവൃത്തി അവർക്ക് വെളിപ്പെടുത്തുവാൻ തക്കോണം കഴിയും. And secondly, we also know that they have an accountability. രണ്ടാമതായിട്ട് നാം കണ്ടു അവർക്ക് ദൈവത്തോടൊരു കണക്ക് ബോധിപ്പിക്കേണ്ട ശുശ്രൂഷയുണ്ട്. When there are more elders, ഒന്നിൽ കൂടുതൽ അധ്യക്ഷന്മാർ ഉള്ളപ്പോൾ they will be able to remind each other their responsibility and accountability before God. അത് മുഖാന്തരം ദൈവത്തിന് മുമ്പാകെയുള്ള തങ്ങളുടേതായ ആ കണക്ക് കൊടുക്കേണ്ട ശുശ്രൂഷയെക്കുറിച്ച് അന്യോന്യം പ്രബോധിപ്പിക്കുവാനും അന്യോന്യം ഓർമ്മപ്പെടുത്തുവാനും അവർക്ക് കഴിയും. So today we are going to look at how the eldership is going to truly promote the nature of New Testament church. എങ്ങനെയാണ് പുതിയ നിയമ പ്രാദേശിക സഭയിലെ മൂപ്പന്മാർ ദൈവത്തിൻ്റെതായ പദ്ധതി വെളിപ്പെടുത്തുന്നതെന്ന് നമുക്ക് ചിന്തിക്കാമെന്ന്. In that there are 4 things we are going to consider. അതോടൊപ്പം 4 കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കോണം ദൈവാത്മാവിൽ ആഗ്രഹിക്കുന്നു. As time permits we will go on. സമയത്തിന്റെ പരിമിതി തൊട്ട് അത് നമ്മൾ ചിന്തിക്കുന്നതാണ്. There are 4 ways which the eldership structure complements the nature of local church. പുതിയ നിയമ പ്രാദേശിക സഭയുടേതായ കാര്യങ്ങളെ കുറിച്ച് 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. Number 1, ഒന്നാമത്തെ കാര്യം, the church is a family of brothers and sisters. സഭ എന്നുള്ളത് സഹോദരി സഹോദരന്മാരുടെ കുടുംബമാണ്. Just like as we take a family, നമ്മളൊരു കുടുംബത്തെ എടുക്കുമ്പോൾ there we can see father, mother, അവിടെ നാം പിതാവ് മാതാവ് and the children മക്കള് existing together as one family. അവരെ ഒന്നിച്ച് ഒരു കുടുംബം എന്ന രീതിയിലായിരിക്കുകയാണ്. In the same manner, അതേ രീതിയിൽ in the church of God, ദൈവത്തിന്റെ സഭയിൽ brothers and sisters coming together in unity ദൈവത്തിന്റെ സഭയിൽ സഹോദരി സഹോദരന്മാർ ഐക്യതയിൽ കൂടി വരികയാണ് as a one family. ഒരേ കുടുംബം എന്ന രീതിയിൽ. That is number 1. അതാണ് ഒന്നാമത്തെ കാര്യം. Number 2, രണ്ടാമത്തെ കാര്യം, the church is a non-clerical community. സഭ എന്നുള്ളത് cleric means ഒരു കണക്ക് എഴുതുന്ന ഒരു കാര്യം. പുരോഹിതന്മാരില്ല, നോൺ ക്ലറിക്കൽ that meaning clergy. Okay, അന്നേരം ഒരു പൗരോഹിത്യ ശുശ്രൂഷ ഇല്ലാത്തൊരു കാര്യമാണ്. Because the church of God is every member of the church of God purchased by the blood of the Lord Jesus Christ are priests in the church of God. ദൈവത്തിന്റെ സഭയിൽ ദൈവം വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തിയും അവിടെ പുരോഹിതന്മാരാണ്. But there are responsibilities. എന്നാൽ അതോടൊപ്പം തന്നെ അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. There are gifts that are given to them. അവർക്ക് കൊടുത്ത താലന്തുകളും ദാനങ്ങളും ഉണ്ട്. And the gifts are different. അവർക്ക് കൊടുത്ത താലന്തുകൾ വിവിധ
കൂട്ടമാണ്. We'll look at later in this class. നമുക്ക് അതേക്കുറിച്ച് നമുക്ക് സമയമുള്ളപ്പോൾ ചിന്തിക്കാം. And number 3, മൂന്നാമത്തെ കാര്യം, the church is a humble servant community. സഭ എന്നുള്ളത് ഒരു ദാസ്യ പ്രവൃത്തി ചെയ്യുന്ന ഒരു കൂട്ടമാണ്. It is not a place where someone exercises authority. അവിടെ അതെന്നുള്ളത് ഒരിക്കലും ഒരു തങ്ങളുടേതായ അധികാരത്തെ കാണിക്കുവാനുള്ള ഒരു സ്ഥലമല്ല ദൈവിക സഭ എന്നുള്ളത്. And nobody displays any authority in the church of God. ആരും ദൈവസഭയിൽ തങ്ങളുടേതായ അധികാരത്തെ അവിടെ പ്രയോഗിക്കുകയും കാണിക്കുകയും ചെയ്യുന്നില്ല. But there are responsibilities. എന്നാൽ അതോടൊപ്പം തന്നെ ചിലർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. And there are accountability. അവർക്ക് അതോടൊപ്പം തന്നെ അവർക്ക് ബാധ്യതയും കണക്ക് കൊടുക്കേണ്ട ആവശ്യതയുണ്ട്. Not to the church. സഭയ്ക്കല്ല. As eldership, as we have looked at last week, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ മൂപ്പന്മാരുടെ ബന്ധത്തിൽ their accountability is to the Lord Jesus Christ at the judgment seat of Christ. അവരുടെ കണക്ക്, അവർ കൊടുക്കേണ്ട കണക്ക് ദൈവത്തിന് മുമ്പാകെ, ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെയാണ്, ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ കൊടുക്കണം. Because the church belongs to God. കാരണം എന്തെന്നുള്ളത്, സഭ എന്നുള്ളത് ദൈവത്തിന്റേതാണ്. The head of the church is Jesus Christ. സഭയുടെ തല എന്നുള്ളത് കർത്താവായ ക്രിസ്തുവാണ്. Many times we say Johnny Chan's church or George Chan's church or this church. We say the church by the name of an elder there. പലപ്പോഴും നമ്മൾ ഒരു സഭയിലെ മൂപ്പന്റെ പേരിൽ നമ്മൾ പല സഭകളെയും പറയും. Oh, Dallas, there is a church. ഡാളസിൽ സഭയുണ്ട്. In somebody's name. ഒരാളുടെ പേരിൽ. I'm not particularly saying one church in Dallas. ഒരു ഡാളസിലുള്ള ഒരു പ്രത്യേക സഭയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. But generally we know by saying this person's church. അവിടെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ അടിസ്ഥാനമാക്കി അദ്ദേഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സഭയെ കുറിച്ച് പറയും. The church doesn't belong to any elders. എന്നാൽ സഭ ഒരിക്കലും ഒരു മൂപ്പന്മാരുടേതല്ല സഭ. The church belongs to the Lord Jesus Christ. സഭ എന്നുള്ളത് കർത്താവായ ക്രിസ്തുവിന്റെയാണ്. But God has entitled the church of God. In the church of God there are responsibilities that are granted to a certain man. എന്നാൽ ദൈവസഭയിലെ ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ചില ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. But their service supposed to be servant community service. അവരുടെ ഉത്തരവാദിത്തം ഉള്ളത് ദാസ്യ പ്രവൃത്തി അല്ലെങ്കിൽ ദാസന്റെ വേല ചെയ്യുക എന്നുള്ളതാണ്. We looked at the servanthood responsibility of an elder during the last many times when we were studying the topic of eldership. മൂപ്പന്മാർ, ക്രിസ്തീയ മൂപ്പന്മാർ എന്ന രീതിയിൽ നാം ചിന്തിച്ചപ്പോൾ നമ്മൾ ഒരു മൂപ്പന്റെ ദാസ്യ പ്രവൃത്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകൾ പഠിക്കുവാൻ തൊക്കെ നമുക്ക് കഴിഞ്ഞു. There is a servant leadership that has been demonstrated among the church of God. ഒരു ദൈവിക സഭയിൽ ഒരു ദാസന്റെ ഒരു വേല ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. So that is the third one. അതാണ് മൂന്നാമത്തെ കാര്യം. Now the fourth one is, നാലാമത്തെ കാര്യം, the church is under Christ's headship. നാലാമത്തെ കാര്യം, സഭ എന്നുള്ളത് ക്രിസ്തുവിന്റെ അധീനതയിൽ അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയുടെ അടിയിലുള്ള ഒരു കാര്യമാണ്. Church is always belong to the headship of the Lord Jesus Christ. സഭ എല്ലായ്പ്പോഴും കർത്താവായ ക്രിസ്തുവിന്റെ അധീനതയിൽ അല്ല, ക്രിസ്തു എന്ന തലയുടെ അധീനമുള്ള ഒരു കാര്യമാണ്. And so when the leaders of the church of God, അതുകൊണ്ട് സഭയിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ they reminds themselves that the headship is belonging to the Lord Jesus Christ, അവിടെ ഓർപ്പിക്കുകയാണ് തല എന്നുള്ളത് കർത്താവായ ക്രിസ്തുവാണ്. they will never try to portray themselves being the headship of the church. അതുകൊണ്ട് അത് മുഖാന്തരം അവർ സ്ഥലം സഭയുടെ തലയാണല്ല, അതിന്റെ മുഖ്യമാണ് എന്നൊരിക്കലും അവരെ തന്നെ കാണിക്കുവാൻ തക്കവണ്ണം അവർ ആഗ്രഹിക്കുന്നത്. They always give prominence and glory to Jesus Christ all the time. അവര് ദൈവത്തിന് എപ്പോഴും പ്രാധാന്യവും മഹത്വവും കൊടുക്കുന്നവരാണ്. So the church is under Christ's headship. അതുകൊണ്ട് സഭ എന്നുള്ളത് ക്രിസ്തുവിന്റെ അധീനതയിലുള്ള ഒരു കാര്യമാണ്. And these four things, ഈ നാല് കാര്യങ്ങൾ truly demonstrated the government that is the eldership, true eldership of the nature of the New Testament church. പുതിയ നിയമ പ്രാദേശിക സഭയിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള അധ്യക്ഷ അല്ലെങ്കിൽ മൂപ്പന്മാർ എന്നത് കാണിക്കുകയാണ്. Now let us look at the first point. നമുക്ക് ഒന്നാമത്തെ ചിന്തയിലേക്ക് കടന്നു പോകാം. The church is a family of brothers and sisters. സഭ എന്നുള്ളത് സഹോദരി സഹോദരങ്ങളുടെ ഒരു കുടുംബമാണ്. We know that the early churches met in homes. നമുക്കറിയാം ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒന്നാം നൂറ്റാണ്ടിലെ സഭകൾ ഭവനങ്ങളിലാണ് കൂടി വന്നത്. There are various scripture portions that tells us that. പല വേദഭാഗങ്ങൾ അത് പറയുന്നുണ്ട്. Romans 16:5, റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, 1 Corinthians 16:19, 1 കൊരിന്ത്യർ 16-ന്റെ 19-ാം വാക്യം, Colossians chapter 4 and 15, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, and Philemon 2. അതിന്റെ ഫിലെമോൻ ലേഖനം 2-ാം വാക്യം. And in all this we can find the account they gathered in homes. അവിടെല്ലാം നമുക്ക് കണക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവര് ഭവനങ്ങളിൽ സഭയായി കൂടി വന്നു എന്നുള്ളത്. What does this really teach us? എന്താണ് ഇത് വാസ്തവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്? That it is not the building that matters for the church of God. അതെന്നാൽ ദൈവത്തിന്റെ സഭയിലെ ഒരു കെട്ടിടത്തിനല്ല, മന്ദിരത്തിനല്ല പ്രാധാന്യം എന്നുള്ളത്. Many times people have this wrong notion, if you do not have a good building, that's not a good church. പലപ്പോഴും ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്, നമ്മൾക്കൊരു നല്ല കെട്ടിടം അല്ലെങ്കിൽ മന്ദിരമില്ലെങ്കിൽ നമുക്കൊരു നല്ല ദൈവസഭയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. The church is the people who gathered together in the name of the Lord Jesus Christ. കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നതാണ്, അവിടെയാണ് സഭ എന്നുള്ളത്. It doesn't matter where you gather. എവിടെ നിങ്ങൾ കൂടി വരുന്നത് ഒരു ഭാഗമല്ല. It can be under a tree. ഒരു മരത്തിന്റെ തണലാകാം. And sometimes, as in China and in Russia, there are
places they don't have the freedom. They even go to caves, and in any remote areas they go and worship God. ചൈനയിലും റഷ്യയിലും വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയിലും അതുപോലെ ഗുഹകളിലൊക്കെ പോയിട്ട് അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം സാവകാശവും സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് അവർ അങ്ങനെയൊക്കെയാണ് അവർ കൂടി വരുന്നത്. So the place where they gather has no importance. അവർ കൂടി വരുന്ന സ്ഥലത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. But what is important is whom they come and worship. എന്നാൽ എന്താണ് പ്രാധാന്യമുള്ളത്? അവർ എവിടെ ആരെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു എന്നുള്ളതാണ്. Another important matter. മറ്റേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്, the early church they shared material possessions. ഒന്നാം നൂറ്റാണ്ടിൽ അവിടുത്തെ സഭകൾ അവരുടേതായ ഭൗമികമായ കാര്യങ്ങൾ അവർ പങ്കിട്ടിരുന്നു. You know that in the book of Acts we have an account there. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ അത് കാണുന്നുണ്ടല്ലോ. 2:44 and 45. 2:44-45 വാക്യങ്ങളിൽ. 4 verse 32. 4:32 and 11:29. 11:29. All there they said that they all sold their possessions and brought before the apostles' feet. അവിടെല്ലാം നമ്മൾ കാണുന്ന അവരുടേതായ വസ്തുവകളെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. And they said this is all common possession. അതവിടെ പറയുന്നത് ഇതെല്ലാം പൊതുവായ എന്നാണ് അവർ എണ്ണിയത്. And then they believed and trusted that they can function with that. അവർ അതിൽ വിശ്വസിക്കുകയും അത് മുഖാന്തരം അവർക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിയുവാൻ തക്കവണ്ണം ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. They did not want to leave aside anything for themselves. അവർക്ക് അവരുടേതായ കാര്യത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ തക്കവണ്ണം അവർ ആഗ്രഹിച്ചില്ല. Their interest was the common interest. അവരുടെ ആഗ്രഹം എന്നുള്ളത് പൊതുവായ താല്പര്യമായിരുന്നു. Not for the selfish desires. അവരുടേതായ സ്വന്തം ഇച്ഛകൾ മാത്രമായിരുന്നു അവരുടെ ഇച്ഛ. And so they sold their possessions. അതുകൊണ്ട് അവർ അവരുടെ വസ്തുക്കൾ വിറ്റു. Brought before the apostles' feet. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. And has been used for the common glory of God. അത് മുഖാന്തരം അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് പൊതുവിൽ അത് അവർ ഉപയോഗിച്ചു. And so they shared the material possessions. അവർക്കുണ്ടായിരുന്ന മാനുഷികമായ ഭൗമികമായ വസ്തുവകൾ അവർ പങ്കിട്ടു. And they third point, മൂന്നാമത്തെ they ate together. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. Whatever money they had, അവർക്ക് എന്തൊക്കെ പണം ഉണ്ടായിരുന്നു, they cooked food. അവർ ആഹാരം പാകം ചെയ്തു. And they ate together. അവർ ഒന്നിച്ച് അവർ ഭക്ഷണം പാനം ചെയ്തു. They had a close fellowship in that regard. ആ രീതിയിൽ അവർക്ക് വളരെ ഒരു അടുത്തുള്ള ഒരു ബന്ധവും ഒരു കൂട്ടായ്മയും ഉണ്ടായിരുന്നു. And so the early church people, ഒന്നാം നൂറ്റാണ്ടിലെ ആൾക്കാർ, they shared the material possessions. അവർക്കുണ്ടായിരുന്ന ഭൗമിക കാര്യങ്ങൾ അവർ പങ്കിട്ടു. They ate together. അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. Acts chapter 2 and 46. അപ്പോസ്തലപ്രവൃത്തി 2:46 വാക്യത്തിൽ. And chapter 20 and 11. 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ. 1 Corinthians chapter 11 and 20. 1 കൊരിന്ത്യർ 11:20 വാക്യത്തിൽ. And Jude verse 12. യൂദയുടെ ലേഖനം 12-ാം വാക്യത്തിൽ. And in all this they ate together. അവിടെ എല്ലാം നാം കാണുന്ന അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. Coming and eating together has some significance. കൂടി വന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതിന് ഒരു പ്രാധാന്യമുണ്ട്. And what is that? എന്താണ് അതിന്റെ പ്രാധാന്യം? We will enjoy the food together. നമ്മൾ ഒരുമിച്ച് നമ്മൾ ആഹാരം ആസ്വദിക്കുമ്പോൾ, perhaps sometimes we know in our own homes if you sit yourself and eat you may not be even able to eat much. നമ്മൾ ഒരുമിച്ച് നമ്മൾ തനിച്ച് നമ്മുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ആഹാരം കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വാസ്തവത്തിൽ നല്ലതായിട്ട് കഴിക്കാൻ കഴിയില്ല. But when we have friends or some families come over, എന്നാൽ ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ കുടുംബമോ കടന്നു വരുമ്പോൾ, and together when we eat, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, it becomes so joyful. അത് വളരെ സന്തോഷകരമാണ്. It is the same food that we eat. അതേ ആഹാരം തന്നെയാണ് അപ്പോഴും നമ്മൾ കഴിച്ചത്. But it will become more tasteful. എന്നാൽ ഈ സമയത്ത് ആ ആഹാരം വളരെ ആസ്വാദ്യവും അതുപോലെ രുചികരവുമായിരുന്നു. The reason is, അതിന്റെ കാരണം എന്നുള്ളത്, it is a true fellowship. അത് തീർച്ചയായിട്ടും വാസ്തവത്തിലുള്ള ആ കൂട്ടായ്മയുടെ കാരണം കൊണ്ടാണ്. So when brothers and sisters in the Lord, when they come together, eat together in fellowship, there is great joy. ക്രിസ്തുവിലുള്ള സഹോദരങ്ങളെ കൂടി വന്ന് ഒരുമിച്ച് അവരെ കൂട്ടായ്മ ആചരിക്കുകയും അവർ ഭക്ഷണം ഒരുമിച്ച് കഴിക്കുമ്പോൾ അവർക്ക് അവിടെ സന്തോഷവും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. അതിൽ കൂടി The early church fathers have done that. ഒന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ ആദിമ പിതാക്കന്മാർ അത് തീർച്ചയായിട്ടും ചെയ്തു. They sold their possessions. അവർ അവരുടേതായ വസ്തുവകളെ വിറ്റു. They came together. അവർ ഒരുമിച്ച് അത് കൂട്ടിക്കൊണ്ടുവന്നു. And they ate together. അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. And they rejoiced together. അവർ ഒരുമിച്ച് ആനന്ദിച്ചു. Together they worshiped the Lord. ഒരുമിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു. And another point, അടുത്തൊരു പോയിന്റ്, they greeted one another with a holy kiss. അവര് വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അവര് സ്വീകരിച്ചു എന്നാണ് കാണുന്നത്. They have greeted each other with a holy kiss. അവര് അന്യോന്യം സ്നേഹ ചുംബനത്താൽ വന്ദനം ചെയ്തു. Romans chapter 16 and 16. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ. 1 Corinthians chapter 16 and 20. 1 കൊരിന്ത്യർ 16-20 വാക്യം. 2 Corinthians chapter 13 and 12. 2 കൊരിന്ത്യർ 13-12. And 1 Thessalonians chapter 5 and 26. 1 Thessalonians 5-26 വാക്യം. 1 Peter 5:14. 1 പീറ്റർ 5-14 വാക്യം. In all this they were able to greet one another with a holy kiss. ഇവിടെ എല്ലാം അവര് ഒന്നിച്ച് കൂടി വന്ന് അന്യോന്യം വിശുദ്ധ ചുംബനം ചെയ്ത് വന്ദനം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. They realized the value of greeting together with a real love. അവര് ഒന്നിച്ച് കൂടി വന്ന് വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുന്നതിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കി. And the early church people, ഒന്നാം നൂറ്റാണ്ടിലെ ആൾക്കാര്, they showed hospitality. അവര് ആതിഥ്യ മര്യാദ കാണിച്ചു. If somebody comes to their home, അവരുടെ ഭവനത്തിൽ
ആരെങ്കിലും കടന്നു വരുമ്പോൾ they'll cook food. അവർ അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യും. Without eating, please do not leave from this place. ഈ ഭവനത്തിൽ നിങ്ങൾ കഴിക്കാതെ നിങ്ങൾ ഒരിക്കലും പോകരുത്. So such attitude was there. അങ്ങനെ അവർക്കൊരു മനോഭാവം ഉണ്ടായിരുന്നു. They demonstrated the hospitality nature in themselves. അവരിൽ തന്നെ അവരുടേതായ ആതിഥ്യ മനോഭാവം അവരവിടെ വെളിപ്പെടുത്തി കാണിച്ചു. Acts chapter 16-15. അപ്പോസ്തലർ 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. And 21 chapter 8 and 16. 21-ന്റെ 8-ഉം 16-ഉം വാക്യം. And Romans chapter 12-13. റോമാലേഖനം 12-ന്റെ 13-ാം വാക്യം. 1 Timothy 3:2. 1 തിമോത്തിയോസ് 3-ന്റെ 2-ാം വാക്യം. 5:10. 5-ന്റെ 10. Hebrews 13:2. എബ്രായർ 13-ന്റെ 10. 1 Peter chapter 4 and 9. 1 പത്രോസ് 4-ന്റെ 9. 3 John 5 and 9. യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. These verses had demonstrated us that the children of God has to display the character of hospitality. ഇവിടെല്ലാം നമ്മൾ കാണുന്ന ദൈവത്തിന്റെ മക്കള് ആതിഥ്യ മര്യാദ കാണിച്ചു എന്നുള്ളതാണ്. And so we are expected to show the hospitality. അതുകൊണ്ട് നമ്മൾ ആതിഥ്യ മര്യാദ കാണിക്കുവാൻ തക്കണം നമ്മൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. Not only that, we have to invite our own brothers and sisters in the local assembly. നമ്മുടേതായ പ്രാദേശിക സ്ഥലം സഭയിലുള്ള സഹോദരി സഹോദരങ്ങളെ മാത്രമല്ല നമ്മൾ വിളിക്കേണ്ടത്. But when we have brethren visiting us from India and other places, ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ മധ്യേ നമ്മളെ സന്ദർശിക്കുന്ന ആൾക്കാരെയും we have to demonstrate this hospitality towards them. അവരോടുള്ള ആതിഥ്യ മര്യാദയെ നമ്മൾ പ്രകടിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. So these are all characters that should be demonstrated as a true church of God. ഒരു ദൈവസഭയിൽ ഉണ്ടായിരിക്കേണ്ട വാസ്തവത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണ് ഇത് വെളിപ്പെടുത്തുന്നത്. And in the book of Acts chapter 6 verses 1 through 6, അപ്പോസ്തലർ പ്രവൃത്തി 6-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, there we can find they cared for the widows. അവിടെ നാം കാണുന്നത് അവരെ വിധവമാരെ അവർ കരുതുന്നതിനെ The കുറിച്ചാണ്. early church cared for the widows. 1-ാം നൂറ്റാണ്ടിലുള്ള അല്ലെങ്കിൽ ആദിമ സഭകള് വിധവമാരെ അവർ കരുതി. Acts chapter 9 and 39. അപ്പോസ്തലർ പ്രവൃത്തി 9-13. And 1 Timothy chapter 5 1 through 16. 1 തിമോത്തിയോസ് 5-ന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, There we are expected and given the counsel of taking care of widows. അവിടെ നാം കാണുന്നത് വിധവമാരെ അവരെ പരിപാലിക്കുന്നതിനെ കുറിച്ചുള്ള കൗൺസിൽ നമ്മൾ കാണുന്നുണ്ട്, ആജ്ഞകൾ കാണുന്നുണ്ട് അവിടെ. And then we know that the early church also had disciplined their members when appropriate. ആവശ്യമുള്ള സമയത്ത് അവരുടേതായ ആ സഭയിലെ അംഗങ്ങളെ അവര് ഡിസിപ്ലിൻ ചെയ്തു. അവരെ ക്രമം തെറ്റിയെങ്കിൽ അവരെ ശരിയാക്കി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഡിസിപ്ലിൻ അവർ കൊടുത്തു. In 1 Corinthians chapter 5 1 കൊരിന്ത്യർ 5 and 5 and 6, 5-6, and then 2 Corinthians chapter 2 verses 1 through 11, 2 കൊരിന്ത്യർ 2-ന്റെ 1 to 11, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, and 2 Thessalonians chapter 3 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6 through 15, 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, 1 Timothy 1 തിമോത്തിയോസ് 5 19 and 20. 5-ന്റെ 19-20 In വാക്യങ്ങൾ, all these verses ഈ വാക്യങ്ങളെല്ലാം there was disciplinary process in the church. ആ സഭകളെല്ലാം ഡിസിപ്ലിനറി പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. And what is this disciplinary process? എന്താണ് ഈ ഡിസിപ്ലിനറി പ്രോസസ് പറഞ്ഞിരിക്കുന്നത്? When a member do a mistake in the church of God, സഭയിലെ ഒരു അംഗം ഒരു തെറ്റ് ചെയ്യുമ്പോൾ with all kind of loving affection, അവരോടുള്ള വളരെ സ്നേഹത്തോടുള്ള കരുതൽ മുഖാന്തരം and they discipline them. അവരെ ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഡിസിപ്ലിൻ എന്നുള്ളത്. First of all, a member the assembly who is the leader of the church of God will talk to that person individually. ഒന്നാമതായിട്ട് ആ സഭയിലെ അംഗമായ ആ മൂപ്പൻ എന്ന വ്യക്തി അല്ലെങ്കിൽ മൂപ്പന്മാർ ആൾക്കാരോട് വ്യക്തിപരമായി സംസാരിക്കണം. And so in that regard they will come and close to an agreement. അങ്ങനെ അവർ ഒരുമിച്ച് കൂടി വന്ന ഒരു ഉടമ്പടി ചെയ്യണം. And they will understand and they will know what is the right way to do and behave in the church of God. എങ്ങനെയാണ് ദൈവസഭയിലെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാക്കണം. And if that person is rebellion against the elders, എന്നാൽ ആ വ്യക്തി മൂപ്പന്മാർക്കെതിരെ മത്സരിയായി ഇരിക്കുകയാണെങ്കിൽ more men have to go and to talk to that person. കൂടുതൽ ആൾക്കാർ അവരോട് പോയി ആ വ്യക്തിയോട് പോയി സംസാരിക്കണം. And if he is not going to listen to that, കൂടുതൽ ആൾക്കാരോടും ആ വ്യക്തി അനുസരിക്കാതെ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ, and then the final step is to remove that person from the fellowship of the church of God. എന്നാൽ അവസാനമായിട്ട് നാം കാണുന്നത് അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ്. And there was this ordinances that are given in the word of God. ഇങ്ങനെയുള്ള കൽപ്പനകൾ ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. Many of this disciplinary process is not taking place in the New Testament churches now. എന്നാൽ ഇന്ന് ഈ പുതിയ നിയമ സഭകൾ ഇങ്ങനെയുള്ള ഡിസിപ്ലിനറി പ്രോസസ് നടക്കുന്നതായിട്ട് നാം കാണുന്നില്ല. Because if a brother go and talk to a brother, ഒരു സഹോദരൻ പോയി മറ്റൊരു സഹോദരനോട് സംസാരിക്കുമ്പോൾ that brother take it as a different way. ആ സഹോദരൻ അതിന്റെ വേറൊരു വശമാണ് കാണുകയും വേറെ രീതിയിൽ ചിന്തിക്കും. He is not going to understand the scripture in the right perspective. ആ ദൈവത്തിന്റെ വചനത്തെ വാസ്തവത്തിൽ യഥാർത്ഥമായി മനസ്സിലാക്കേണ്ട രീതിയിൽ അവൻ മനസ്സിലാക്കുന്നില്ല. And then he takes law in his own hand and start acting against the leaders of the church of God. അവൻ ന്യായത്തെ തന്റേതായ രീതിയിൽ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ സഭയ്ക്കെതിരെ അവൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. Under the new covenant, എന്നാൽ പുതിയ നിയമ
പ്രകാരം by the blood of Jesus Christ, ക്രിസ്തുവിന്റെ കർത്താവായ ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം every member of the Church of Christ is a holy saint, ഓരോ സഭയിലെയും ഓരോ അംഗവും ഒരു വിശുദ്ധനാണ്, a royal priest, ഒരു രാജകീയ പുരോഹിതനാണ്, and a spirit gifted member of the body of Christ. ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട ദൈവം അതിന്റെ കഴിവ് ദൈവത്തിന് ആത്മാവ് കൊടുത്ത ഒരു അംഗം കൂടിയാണ്. But there is diversity in gifts. എന്നാൽ താലന്തുകളിൽ വൈവിധ്യമുണ്ട്. We'll come to 1 Corinthians chapter 12. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. We know that verses very well, and so we are not going to read all of it. നമുക്ക് ആ വാക്യം വളരെ നല്ലതായിട്ട് ആ സന്ദർഭം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അധികം മുഴുവൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. But we know the scripture very well. എന്നാൽ നമുക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാം. Let's read chapter 12 and verse 1. 12-ന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Okay, now we'll read verses 4 onwards. 4-ാം വാക്യം മുതൽ വായിക്കാം. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. That's enough. We have a very clear statement here that it says that there is diversities of gifts. അവിടെ പറഞ്ഞിരിക്കുന്നത് ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. Diversities are there in gifts. ശുശ്രൂഷകൾ അല്ലെങ്കിൽ നമുക്കുള്ള ദാനങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. And the writer of the book says concerning spiritual gifts, brethren, I do not want you to be ignorant. നിങ്ങൾക്കുള്ള ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. And now he's emphasizing in verse 4 that he says there are diversities of gifts. അതിനുശേഷം 4-ാം വാക്യത്തിൽ അവൻ അവിടെ ഊന്നി പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ ആത്മീക വരങ്ങളിൽ വൈവിധ്യമുണ്ട്. But the same spirit. ഒരേ ആത്മാവത്രേ. It is the same Holy Spirit that gives us the different kinds of gifts. ഒരേ പരിശുദ്ധാത്മ നമുക്ക് പല വിധത്തിലുള്ള ആത്മീക വരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. And what are the difference of these gifts? എന്താണ് ഈ ആത്മീയ വരങ്ങളുള്ള വ്യത്യാസം അല്ലെങ്കിൽ There is വൈവിധ്യം? differences in the ministries. നമുക്കുള്ള മിനിസ്ട്രികളിൽ നമുക്ക് ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. Every brother has a different ministry. ഓരോ വിശ്വാസിക്കും ഓരോ വ്യക്തിക്കും ഓരോരോ ശുശ്രൂഷകളുണ്ട്. The ministries are given in differently to each individual. ഓരോ വ്യക്തിക്കും വൈവിധ്യമായ പല രീതിയിലുള്ള ശുശ്രൂഷകളുണ്ട്. That is what Paul is referring here as diversities in gifts. അതാണ് പൗലോസ് ഇവിടെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. So it's very clear that every brethren coming together in the church of God has different gifts. ഇവിടെ ദൈവസഭയിൽ കൂടി വരുന്ന ഓരോരുത്തർക്കും പല രീതിയിലുള്ള ആത്മീയ വരങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. But even though they have different gifts, അവർക്ക് പല രീതിയിലുള്ള ആത്മീയ വരങ്ങൾ ഉണ്ടെന്നിരിക്കലും these difference of gifts were given by the same Holy Spirit. എന്നാൽ ഈ വൈവിധ്യമായ ആത്മീയ വരങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഏകമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. So how do we know what is my spirit, what is my gift? എന്താണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീയ വരം എന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? How do we know my ministry? എന്റേതായ ശുശ്രൂഷ എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയും? We need to surrender ourselves in the before the Holy Spirit. നാം നമ്മെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മുമ്പാകെ കീഴ്പ്പെടുത്തി കൊടുക്കണം. And ask the Lord, what is the gift that you have given me? എന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിക്കണം, ദൈവമേ നീ എനിക്ക് തന്ന ആത്മീക ശുശ്രൂഷ എന്താണ്? But the Lord had given the diversity of gifts in each individual according to their abilities. ഓരോരുത്തർക്കും തങ്ങൾക്കുള്ള കഴിവനുസരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അവർക്ക് ഓരോരോ ആത്മീക ശുശ്രൂഷകൾ കൊടുത്തു. We know the parable and the story of the talents that are given to this man. നമുക്കറിയാം താലന്തുകളുടെ ആ ഒരു ഉപമ നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തി കൊടുത്ത the one who had 5 talent, then he gave 5 more and then he returned that. ഒരു യജമാനന് തന്റെ ഒരു ദാസന് 5 താലന്ത് കൊടുത്തു, അവന് 5 കൂടെ മടക്കി കൊടുത്തു. The one who had 2 that brought another 2. 2 കൊടുത്തവൻ വീണ്ടും 2 കൂടെ കൊടുത്തു. The one who had 1 he just buried it. എന്നാൽ ആ 1 കിട്ടിയവൻ അവനത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു. The Lord did not give that one person who gave them 1, he did not give 5 talent to him. 1 കൊടുത്തവന് ദൈവം ഒരിക്കലും 5 കൊടുത്തില്ല. I always wondered about that. ഞാൻ എപ്പോഴും അത് എന്തുകൊണ്ട് എന്ന് ആശ്ചര്യപ്പെടാറുണ്ട്. What would have happened? എന്ത് സംഭവിച്ചേനെ? God would have lost the 5. ദൈവത്തിന് 5 നഷ്ടമായി. The other brother 5 had brought another 5. 5 ലഭിച്ചവൻ മറ്റ് 5 കൂടെ അവന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. So it is according to the ability that God is giving talents in a brother's hand. ഇത് കാണിക്കുന്ന ദൈവം ഓരോരുത്തർക്ക് അവർക്കുള്ള ആ കഴിവനുസരിച്ചാണ് ആത്മീക വരങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത്. If we do not have the ability to take faithfulness towards 5 talents, നമുക്ക് ദൈവസന്നിധിയിൽ 5 കാര്യത്തിൽ വിശ്വസ്ത കാണിക്കുവാൻ പുലർത്തുവാൻ തക്കോണം കഴിയുന്നില്ല. God will not give you 5 more talents into your hand. ദൈവം നമ്മുടെ
നമ്മുടേതായ കയ്യിൽ മറ്റ് 5 ആത്മീയ വരങ്ങൾ തരികയില്ല. Or if you have only one talent, എന്നാൽ നമുക്ക് ഒരു താലന്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ, and that is all the ability that you have, അതിനുള്ള കഴിവ് മാത്രമേ നമുക്കുള്ളെങ്കിൽ, God will not entrust more than one in your hands. ദൈവം ഒരിക്കലും നമ്മളിൽ ഒന്നിൽ കൂടുതൽ ആത്മീക വരങ്ങളെ തരികയില്ല. So, but it is the responsibility of the believer to ask the Lord, what is the gift that you are given me? എന്നാൽ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ നീ എന്നിൽ തന്നിരിക്കുന്ന ആത്മീക വരം എന്ത് എന്നുള്ളത്. And so with prayerful heart, അതോടൊപ്പം തന്നെ വളരെ പ്രാർത്ഥനയുള്ള ഹൃദയത്തോടെ, and we surrender ourselves before Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, and ask the Lord to show the gift of God, ദൈവത്തോട് ദൈവത്തിന്റെ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക വരം എന്താണെന്ന് ചോദിക്കണം. then the Lord will entrust you that gift. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ആ ആത്മീക വരം എന്തെന്ന് വെളിപ്പെടുത്തി, the Spirit of God will remind us the responsibility that the talent that He is going to give in your hand. നമ്മുടേതായ കൈകളിൽ തരുവാൻ പോകുന്ന ആത്മീക വരം എന്ത് എന്നുള്ളത്, അതിന്റെ ഉത്തരവാദിത്വം എന്തെന്ന് ദൈവം നമ്മെ അതിൽ കൂടി മനസ്സിലാക്കി. And if you are faithful to that call, നമ്മൾ ആ വിളിക്ക് നമ്മൾ വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ, that gift that God has given in your heart, and if you are faithful to that gift, നമുക്ക് ദൈവം നൽകിയ ആ വരത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ, then God will entrust you with more and more gifts. അങ്ങനെയാണെങ്കിൽ ദൈവം മറ്റ് അനേക ഒന്നിൽ കൂടുതൽ ആത്മീയ വരങ്ങൾ നമ്മുടെ കയ്യിൽ നമുക്ക് തരും. God never expects us to covet a ministry of another brother. ദൈവം ഒരിക്കലും നാം മറ്റൊരാളുടെ ആ ശുശ്രൂഷയെ ആഗ്രഹിക്കുവാൻ തക്കണം, അതിനെ ആഗ്രഹിക്കുന്നില്ല. We should never think because that brother is doing, I can also do that. ആ സഹോദരൻ ചെയ്യുന്ന കൊണ്ട് എനിക്കും ചെയ്യണമെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. That is a wrong concept. അതൊരു തെറ്റായ ഒരു ചിന്തയാണ്. But if another brother has that same gift, എന്നാൽ മറ്റൊരു സഹോദരന് അതേ ആത്മീയ വരം ഉണ്ടെങ്കിൽ, and we can also pray for it, നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. and then if that brother has demonstrated that ability, ആ സഹോദരൻ ആ കഴിവ് പ്രകടിപ്പിക്കുവാണെങ്കിൽ, and then we can believe God has given him that talent. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ദൈവം ആ സഹോദരന് ആ ആത്മീയ വരം കൊടുത്തു എന്നുള്ളത്. Because there is diversities in gifts. കാരണം എന്നുള്ളത് ആത്മീക വരങ്ങളിൽ വൈവിധ്യമുണ്ട്. There is diversities in activities. മാത്രമല്ല ശുശ്രൂഷകളിലും വൈവിധ്യമുണ്ട്. And as we know, the body of Christ is the church. നമ്മൾ അറിയുന്നത് പോലെ ക്രിസ്തുവിന്റെ സഭ ദൈവിക സഭയാണ്. And the body. നമ്മുടെ ശരീരം എന്ന, and in the body there are members of the body. അതോടൊപ്പം തന്നെ ഈ ശരീരത്തിൽ അനേക അവയവങ്ങളുണ്ട്. And every members of the body has different function. മാത്രമല്ല ഓരോ അവയവങ്ങൾക്കും പല രീതിയിലുള്ള ഫങ്ഷൻസും ഉണ്ട്. And we come to the same chapter in chapter 12. നമ്മൾ അതേ അധ്യായം 12-ാം അധ്യായം 1 കൊരിന്ത്യർ 12-ാമത്തെ കടന്നു വരുമ്പോൾ, and we will read verse 20. അതിന്റെ 20-ാം വാക്യത്തിൽ, okay, സകലവും എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. There is different members, but there is only one body. ഇവിടെ പറയുന്നത് സകല ഒരു അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. I cannot say to the hand, I have no need of you. ഒരിക്കലും കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്ന് പറയാൻ കഴിയില്ല. Eye has its own function. കണ്ണിൻ്റെതായ ശുശ്രൂഷയുണ്ട്. If eye is not there, you cannot walk. നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല, നമുക്ക് നടക്കുവാൻ. If the leg is not there, leg cannot help you in walking process. കാല് ശരിയല്ലെങ്കിൽ നമുക്ക് നടക്കുന്ന ആ പ്രവൃത്തിയിൽ നമ്മളെ സഹായിക്കുന്ന കാല് കഴിയില്ല. The leg is going to say, oh, you hand, I don't need you. കാലിന് ഒരിക്കലും പറയാൻ കഴിയില്ല, കയ്യെ എനിക്ക് നിന്നെ ആവശ്യമില്ല. It is the hand who feed food so that the hand will get the leg will get the strength to walk. കൈ മുഖാന്തരം ആഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് കാലിന് ബലം ലഭിച്ച് നടക്കുവാൻ കഴിയുള്ളൂ. What I'm trying to say is every member of the body has its own function. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഓരോ അവയവത്തിനും അതിൻ്റെതായ ശുശ്രൂഷകൾ, അതിൻ്റെതായ ശുശ്രൂഷകളുണ്ട്. All members of the body working together in unity, then the body can work together. ഈ എല്ലാ അവയവങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ശരീരത്തിന് ശരിയായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയൂ. Verse 22 says, 22-ാം വാക്യത്തിൽ, no, much rather those members of the body which seem to be weaker are necessary. നമ്മൾ ശരീരത്തില് മാനം കുറഞ്ഞവ ബലം കുറഞ്ഞെന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. And verse 23, and those members of the body which we think be less honorable, on these we bestow greater honor and our ശരീരത്തിൽ മാനം കുറഞ്ഞെന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു, തമ്മിൽ അഴക് കുറഞ്ഞവർക്ക് അധികം അഴക് വരുത്തുന്നു. For example, ഉദാഹരണമായി, let us take an example of our internal part of the body. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ശരീരത്തിന്റെ ആന്തര അവയവത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. If somebody take the intestine out, നമ്മുടേതായ കുടലെടുത്ത് വെളിയിടുകയാണെങ്കിൽ, it doesn't look very good, right? നമ്മുടേതായ കുടൽ കാണുവാൻ വളരെ ഭംഗിയുള്ളതല്ല. If it is kept in a table, നമ്മുടെ ഒരു മേശ മേളിൽ വെക്കുകയാണെങ്കിൽ, we don't like to see it. നമ്മളത് കാണുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. But do we need intestine? എന്നാൽ നമുക്ക് കുടൽ ആവശ്യമുണ്ടോ? Yes, it is a small intestine that gathers all the food particles, the finest food particles been digested there and is been taken to every other part of the body. നമ്മുടെ ആ ചെറുകുടൽ ദഹിച്ച ആഹാരം എടുത്തിട്ട് അതിനെ നമ്മുടെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾക്ക് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ശരീരത്തിന്റെ ത്തിലേക്ക് കൊടുക്കുന്നതാണ് അതിന്റെ ഉത്തരവാദിത്വം. And thereby when the muscles are getting the energy from that, അതുകൊണ്ട് നമ്മുടേതായ ആ പേശിക്ക് അതിന്റേതായ ബലം ലഭിക്കുന്നു. then we will get energy. നമുക്ക് അത് മുഖാന്തരം നമുക്ക് ശക്തി ലഭിക്കുന്നു. And so the inner part of the body, അതുകൊണ്ട് നമ്മുടെ ആന്തരിക they അവയവങ്ങൾ don't look so fancy, അത് വളരെ കാണുവാൻ തക്കവണ്ണം അഴകുള്ളതല്ല, they are necessary. എന്നാൽ അത് വളരെ ആവശ്യമായ അവയവങ്ങളാണ്. So it is we have to understand that every member of the body is necessary for the common good. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ കാര്യം എല്ലാ അവയവങ്ങളും പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമാണ്. And now coming to verse 25, അതുകൊണ്ട് നമുക്ക് അതിനുശേഷം 25 കടന്നു വരാം. that there should be no schism in the body, അതുകൊണ്ട് ശരീരത്തിൽ നമുക്ക് ഭിന്നത ഉണ്ടാകാൻ പാടില്ല, but that the members should have the same care for one another. അതുകൊണ്ട് മറ്റുള്ളവർ ഒരുപോലെ നമ്മൾ മാനം കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. So we need to have taken care of one another. നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ അവരെ നമ്മൾ കരുതണം, പരിപാലിക്കണം. We should remember that everyone has a different ministry. മാത്രമല്ല നമ്മൾ ഓർക്കണം ഓരോരുത്തർക്കും ഓരോരോ ആത്മീക ശുശ്രൂഷകളുണ്ട്. God has given a certain gift to each individual. ദൈവം ഓരോരുത്തർക്കും ഓരോരോ ആത്മീക വരങ്ങൾ കൊടുത്തിട്ടുണ്ട്. And together then we can glorify God. അങ്ങനെ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയും. So God has given us different gifts. അതുകൊണ്ട് ദൈവം നമുക്ക് വൈവിധ്യങ്ങളായ വരങ്ങൾ തന്നിട്ടുണ്ട്. We know that the biblical eldership is a true principle of the word of God. നമുക്കറിയാം തിരുവനന്തപുരം അധിഷ്ഠമായ അധ്യക്ഷ പദവി അല്ലെങ്കിൽ മൂപ്പന്മാർ എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. In the days to come, വരുന്ന ദിവസങ്ങളിൽ we are going to continue to study this topic നാം ഈ വിഷയം പഠിക്കുകയും in a more deeper way, so that the Spirit of God help us to understand the truth of the word of God that is given in the word of God. നമ്മൾ ഈ വിഷയം നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കും. അത് മുഖാന്തരം ദൈവം ആത്മാവ് ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ സഭയിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അത് മുഖാന്തരം ധാരാളം സഹായിക്കും. And in the days to come, let us come in the presence of God with prayerful hearts. വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. And this topic that we are speaking may be a blessing to our assembly. നമ്മൾ ഇന്ന് ഈ പഠിക്കുന്ന ഈ ചിന്തിക്കുന്ന ഈ വിഷയം നമ്മുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ. May the special blessings of the Lord be with each one of us. നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളം ഉണ്ടാകുമാറാകട്ടെ. Let us continue to pray for the eldership in this church. ഈ സഭയുടെ മൂപ്പന്മാർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. The true leaders who has to guide the spiritual matters of the assembly of God. ഈ സഭയുടെ ആത്മീക കാര്യങ്ങൾ നയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ആ മൂപ്പന്മാർ ഉണ്ടാകുവാൻ വേണ്ടി. May the name of the Lord be glorified. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.